എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എന്നിലേക്ക് വരുന്നില്ല. അതെ, പിതാവ് ആകർഷിച്ചാൽ മാത്രമേ നമുക്ക് യേശുക്രിസ്തുവിന്റെ അരികിലേക്ക് എത്താനാകൂ. നമ്മെ പേര് ചൊല്ലി വിളിക്കേണ്ടവൻ പിതാവാണ്. മനുഷ്യകുലത്തിന്റെ നിത്യജീവൻ നേടിയെടുക്കുവാനാണ് യേശുക്രിസ്തു ഭൂമിയിൽ അവതീർണനായത്. ഏദൻ തോട്ടത്തിൽ വെച്ച് പാമ്പിനോട് ദൈവം പറഞ്ഞു, നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. ഹവ്വായ്മയെ പാമ്പ് ചതിച്ചതുകൊണ്ടാണ് ഹവ്വായ്മ പാപത്തിൽ വീണുപോയത്. ആ പാപത്തിൽ നിന്നും പാപം വഴി മനുഷ്യകുലത്തിന് നഷ്ടമായത് പർദീസ് എന്ന സ്വർഗമായിരുന്നു. അത് വീണ്ടെടുത്തു കൊടുക്കുവാൻ വേണ്ടിയാണ് ക്രിസ്തുനാഥൻ പിതാവിന്റെ ഹിതപ്രകാരം കന്യകയിൽ നിന്നും ജന്മമെടുത്ത് ഭൂമിയിൽ അവതരിച്ചത്. തന്റെ പരസ്യജീവിതകാലത്ത് താൻ ദൈവപുത്രനാണെന്ന് തെളിയിക്കും വിധം എല്ലാ കാര്യങ്ങളും അവിടുന്ന് ചെയ്തു. എല്ലാവരുടെയും സംശയങ്ങളെ ദൂരീകരിച്ചു കൊടുത്തു. പക്ഷേ അന്നത്തെ ഭരണാധികാരികൾ അവിടുത്തെ ഒറ്റിക്കൊടുത്തു, ക്രൂശിച്ചു. ഈ കുരിശുമരണമാണ് നമ്മൾക്ക് രക്ഷയായി മാറിയത്. ഈ കുരിശുമരണം മഹാപുരോഹിതന്മാരുടെയോ അന്നത്തെ ഭരണാധിപന്മാരുടെയോ സമ്മാനമല്ല. അവിടുന്ന് തന്നെ സ്വയം ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാൻ തിരുമനസ്സായി അവിടുന്ന് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. നമുക്കവിടെ കാണാം, പീലാത്തോസിന്റെ അരമനയിൽ അവിടുന്ന് പീലാത്തോസിനോട് പറയുന്നുണ്ട്, സത്യത്തിന് സാക്ഷ്യം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പീലാത്തോസ് ഉടനടി ചോദിക്കുന്നു, എന്താണ് സത്യം? പീലാത്തോസിന് വളരെ വ്യക്തമായിട്ടറിയാം, മഹാപുരോഹിതന്മാരുടെ അസൂയ നിമിത്തമാണ് ഈ നീതിമാനെ
എൻ്റെ അരികിൽ കൊണ്ടുവന്നിരിക്കുന്നു വ്യക്തമായിട്ടറിയാം. അവിടുന്ന് പറയുന്നു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. കുരിശുമരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മുമ്പ് തന്റെ കരങ്ങൾ കഴുകി വൃത്തിയാക്കിക്കൊണ്ട് അവിടുന്ന് പറയുന്നു, നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ നിയമം പോലെ ചെയ്തുകൊള്ളുവിൻ. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ആ ബലിയാവർത്തനമാണ് ഓരോ അൾത്താരയിലും ഓരോ ക്രൈസ്തവ ദേവാലയങ്ങളിലും അർപ്പിക്കപ്പെടുന്നത്. അതെ, ആ അർപ്പണം സജീവമാണ്. അന്നവിടെ ഗാഗുൽത്തായിൽ അരങ്ങേറിയ അതേ അരങ്ങേറ്റമാണ് ഇന്നിവിടെ ഈ കൊച്ചൾത്താരിൽ അരങ്ങേറുന്നത്. തിരിച്ചറിയണമെങ്കിൽ പിതാവ് നൽകിയ നയനങ്ങൾ തുറന്നു വയ്ക്കണം. പരിശുദ്ധാത്മാവ് നൽകിയ ബോധമനസ്സ് ഉണർത്തിവെക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ സത്ത ഉൾക്കൊള്ളുവാൻ മനുഷ്യ മനസ്സിനാവുകയുള്ളൂ. ഈ ബലിയിലേക്കാണ് പിതാവായ ദൈവം നമ്മെ കിടക്കപ്പായയിൽ നിന്നും കടത്തിണ്ടകളിൽ നിന്നും റോഡരികിൽ നിന്നും വിളിച്ച് തൊള്ളുകയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാ ഇവിടെ എൻ്റെ മകന്റെ വിരുന്നുശാലയിൽ വിരുന്നൊരുങ്ങിയിരിക്കുന്നു, വന്നു ഭക്ഷിച്ച് തൃപ്തരാകുവിൻ. നിത്യജീവന്റെ ജീവനുള്ള അപ്പവും തുളുമ്പുന്ന രക്തവും തയ്യാറായിരിക്കുന്നു. പൊന്നു സഹോദരങ്ങളെ, എത്രയോ മനുഷ്യരെ ഈ സൗഭാഗ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. കിലോമീറ്ററുകളോളം താണ്ടി ഈ സൗഭാഗ്യം നേടാൻ കഷ്ടപ്പെട്ടു വരുന്നു. നമുക്കൊക്കെ അരികിൽ ഈ സൗഭാഗ്യം ലഭ്യമാണ്. എന്നിട്ടും നമ്മൾ അതിനെ അവഗണിക്കുന്നു. ചിന്തിച്ചു നോക്കണം. മകനെ, മകളെ, നീ കരയേണ്ടവനല്ല, നീ കരയേണ്ടവളല്ല. നീയും കടന്നു വരൂ. എൻ്റെ മകന്റെ വിരുന്നശാലയിൽ നിനക്കും ഒരു കസേരയുണ്ട്, നിനക്കും ഒരു ഇടമുണ്ട്, വന്ന് വിരുന്ന് ആസ്വദിക്കും എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന ആ വലിയ അപ്പച്ചനെ നിഷ്കരണം തള്ളിപ്പറഞ്ഞുകൊണ്ട് നാം ഉപേക്ഷിക്കുന്നു ആ മഹാവിരുന്ന്. ഭൂമിയിൽ ഒരു മനുഷ്യനും ഈ വിരുന്ന് ആസ്വദിക്കാൻ യോഗ്യനല്ല, ഒരിക്കലും. കാരണം ഒരു നല്ലവനായ ചെറുപ്പക്കാരൻ വന്ന് യേശുക്രിസ്തുവിനോട് പറഞ്ഞു, നല്ലവനായ ഗുരു എന്ന് അഭിസംബോധന ചെയ്തു. അവിടുന്ന് ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്, എന്തുകൊണ്ട് നീ എന്നെ നല്ലവനെന്ന് വിളിച്ചു? നല്ലവനായവൻ ഒരുവൻ മാത്രം, അത് ദൈവമാണ്. അതെ, ആ ഒരു ഒറ്റ വാക്യത്തിൽ അവിടുന്ന് താൻ ദൈവമാണെന്നുള്ള യാഥാർത്ഥ്യം കൂടി വെളിപ്പെടുത്തി. അവന് മനസ്സിലായില്ല.
അവന് മനസ്സിലാകണമെങ്കിൽ അവന്റെ അകക്കണ്ണ് തുറന്നു കൊടുക്കണം. പക്ഷെ അവിടുന്ന് അത് പറഞ്ഞു വെച്ചു. എന്നിട്ട് അവൻ അവിടുന്ന് പറയുകയാണ്, നീതിമാൻ പോലും ദിവസം 7 പ്രാവശ്യം പിഴയ്ക്കുന്നു. തെറ്റ് ചെയ്യാത്തവരാരുമില്ല. വിശുദ്ധ ബലി, പരിശുദ്ധ കുർബാന സ്വീകരിക്കണമെങ്കിൽ നാം നമ്മുടെ ഹൃദയം പൊട്ടി നൂങ്ങണം. നാം നമ്മുടെ ഹൃദയം തുറന്ന് ഏറ്റുപറയണം, ഞാൻ അയോഗ്യനാണെന്ന്. അതാണ് നമ്മുടെ വിവാഹവസ്ത്രം. പരിശുദ്ധാത്മാവ് തരുന്ന കൃപയനുസരിച്ച് നമ്മൾ ഏറ്റുപറയണം, പിതാവായ ദൈവമേ, ഇതിന് ഞാൻ അർഹനല്ല, യോഗ്യനല്ല. നിന്റെ കാരുണ്യം ഒന്ന് മാത്രമാണ് എന്റെ യോഗ്യത. നീ എന്നോട് ക്ഷമിക്കുന്നത് കൊണ്ടാണ്, നീ എന്നോട് പൊറുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇതിനെ യോഗ്യനാകുന്നത് എന്നേറ്റു പറയണം. എന്നിട്ട് വേണം അത് സ്വീകരിക്കുവാൻ. ഇതെന്റെ ശരീരമാകുന്നു എന്നേറ്റു പറയുമ്പോൾ അവിടെ ആ ഗോതമ്പപ്പം ക്രിസ്തുവിന്റെ ശരീരമായി രൂപാന്തരപ്പെട്ടു. ആ നിമിഷത്തിലത് അവിടുത്തെ മാംസമായി മാറി. ഇതെന്റെ രക്തമാകുന്നു എന്ന് വൈദികൻ പറയുമ്പോൾ, പ്രസ്താവിക്കുമ്പോൾ ക്രിസ്തുവിന്റെ രക്തമായി ആ മുന്തിരിച്ചാറ് രൂപപ്പെട്ടു. ഈ യാഥാർത്ഥ്യം ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ നമുക്കാകണം. എന്നാൽ മാത്രമേ കുർബാനയ്ക്ക് നമ്മൾ പോയിട്ട് ഉപകാരമുള്ളൂ. അല്ലെങ്കിൽ എന്തോ സിനിമ കൊട്ടായിൽ കയറി ഇറങ്ങിയ മാതിരിയാവും. ചിന്തിച്ചു നോക്കണം. ഞാൻ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുവാൻ വേണ്ടി തരുന്നത് എന്റെ ശരീരമാണെന്ന് അവിടുന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. അപ്പോൾ അവന്റെ കൂടെ, അവനിൽ വിശ്വസിച്ചവനോട് കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഉപേക്ഷിച്ചുപോയി. കാരണം അവർ ചിന്തിച്ചത് എങ്ങനെയാണ്, ഒരു മനുഷ്യൻ അവന്റെ ശരീരം നമുക്ക് ഭക്ഷിക്കാൻ തരും. അവർ പ്രതീക്ഷിച്ചത് അവന്റെ പിന്നാലെ കൂടിയതിന്റെ പ്രതീക്ഷ വേറെയായിരുന്നു. ഇവൻ 5 അപ്പം കൊണ്ട് 5000 പേര്, 7 അപ്പം കൊണ്ട് 4000 പേര്. അവർ ചിന്തിച്ചപ്പോ ഇവനെ രാജാവാക്കിയാൽ നാം പണിക്ക് പോകേണ്ട കാര്യമില്ല, നമുക്ക് എന്ന് സ്വറ പറഞ്ഞിരുന്ന് മൃഷ്ടാന ഭോജനം അടിക്കാം. ആ പ്രതീക്ഷയാണ് അവനെ കുരിശിലേറ്റിയപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടത്. തന്റെ മാംസമാണ് ഭക്ഷണമായി നൽകാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ അവരുടെ ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അവരെല്ലാവരും അവനെതിരെ പിറുപിറുത്തു. തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, എന്താ പത്രോസേ, നിങ്ങളും പോകുന്നില്ലേ? പത്രോസ് ഉടനടി പറഞ്ഞു, ഞങ്ങൾ എവിടെ പോകും? നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലാണുള്ളത്. ഇത് കളഞ്ഞിട്ട് ഞങ്ങൾ എവിടെ പോകും? നീ സജീവനായ ദൈവത്തിന്റെ പുത്രനായ മിശിഹയാണെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. പിന്നെ ഞങ്ങൾ എവിടെ പോകും? ആ പറഞ്ഞ പത്രോസ് തന്നെയാണ് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി തള്ളിപ്പറഞ്ഞത്. തള്ളിപ്പറയുന്നതിന് മുമ്പ് തന്നെ കർത്താവ് പറഞ്ഞിരുന്നു, ഇന്ന് കോഴി പോകുന്നതിന് മുമ്പ് നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയുമെന്ന്. 3 പ്രാവശ്യം 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 3 പ്രാ
അന്നേരം പത്രോസ് പറഞ്ഞത്, മരിക്കേണ്ടി വന്നാൽ ഞാൻ തള്ളിപ്പറയില്ല എന്നാ. അത്രമാത്രം സ്നേഹം പത്രോസിനുണ്ടായിരുന്നു. അത്രമാത്രം മിശിഹായെ പത്രോസ് സ്നേഹിച്ചിരുന്നു. അത് കർത്താവിനും അറിയാമായിരുന്നു. പക്ഷേ പത്രോസിന്റെ വിശ്വാസം അന്ധമായി തീരാതിരിക്കാൻ വേണ്ടിയാണ് ആ വചനം അവിടെ സംഭവിച്ചത്. അതുകൊണ്ട് പത്രോസിന് ഒരു കാര്യം വ്യക്തമായി. തമ്പുരാൻ അരമനയിൽ വെച്ച് തിരിഞ്ഞൊന്ന് നോക്കിയപ്പോൾ പത്രോസ്ലിയുടെ ഹൃദയം പിടഞ്ഞു. നൊമ്പരം സഹിക്കവയ്യാതായി അവിടുന്ന് മാറത്തടിച്ച് നിലവിളിച്ചു, ഞാൻ എൻ്റെ ഗുരുവിനെ തള്ളിപ്പറഞ്ഞുവെന്ന വേദന കൊണ്ട്. നാം ഒരു കൊച്ചു നുണ പറയുമ്പോൾ, ഒരു സഹോദരനെതിരായി നമ്മുടെ നാവ് ചലിക്കുമ്പോൾ ഈ മിശിഹായെ തന്നെയാണ് തള്ളിപ്പറയുന്നത്. അവനെ തന്നെയാണ് തള്ളിപ്പറയുന്നത്. മുമ്പിൽ നിൽക്കുന്ന സഹോദരനെയാണ് നീ ഒറ്റുന്നതെങ്കിലും അവന്റെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിനെയാണ് നീ യഥാർത്ഥത്തിൽ ഒറ്റുന്നത്. നീ അവനെ അപമാനപ്പെടുത്തുമ്പോൾ, അപകീർത്തിപ്പെടുത്തുമ്പോൾ, നീ അവനെ നാവുകൊണ്ട് കൊല ചെയ്യുമ്പോൾ അവന്റെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിനെയാണ് നീ കൊല ചെയ്യുന്നത്, അപമാനപ്പെടുത്തുന്നത്, അപകീർത്തിപ്പെടുത്തുന്നത്. ആ ബോധ്യം നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. എൻ്റെ നിങ്ങളുടെയൊക്കെ ഒരു ധാരണ, ഇവിടെ കുറെ കാലം അടിച്ചുപൊളിച്ച് ജീവിച്ച് എല്ലാവരോടും മരിക്കുന്നുണ്ട്, ഞാനും മരിക്കും. മരിക്കാൻ പേടിയാണെങ്കിലും മരണം യാഥാർത്ഥ്യമാണ്, അപ്പം നമുക്കും സംഭവിക്കും. ആ ബോധ്യമുണ്ട്. അത് കഴിഞ്ഞാൽ സ്വർഗത്തിലേക്കാണ് ചെല്ലാം. ഇല്ല കൂട്ടരെ, അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എല്ലാ വിധിയും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു പിതാവ്, ഞാൻ ആരെയും വിധിക്കുന്നില്ല. ഞാൻ വിധിക്കാൻ വേണ്ടി വന്നവനല്ല, രക്ഷിക്കാൻ വേണ്ടി വന്നവനാ. വിധിയെല്ലാം പത്രോസ്ലീഹയുടെ കയ്യിൽ പോകും. ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളിൽ വിധിക്കാനുള്ളവരാണ് നിങ്ങളെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ലേ എന്നാണ് അവിടുന്ന് ചോദിച്ചത്. അപ്പൊ വിധിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. കർത്താവിന്റെ കൃപ എന്നും കരുണയും അങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. നമ്മളെല്ലാ തിന്മയും ചെയ്യും. വിശുദ്ധ കുർബാനയ്ക്ക് വന്നാൽ പലപ്പോഴും ഹൃദയം മുറിയുന്ന വേദന എടുക്കും. സഹോദരിമാരാണെങ്കിൽ ശിരസ് മൂടില്ല. വസ്ത്രം ഇടുന്നത് തന്നെ വളരെ വേദനയോടെയാണ്. ഇത്ര വേണോ എന്നൊക്കെയാണ് ചിന്ത. സഹോദരന്മാരാണെങ്കിൽ എവിടെയാണ് ഒന്ന് ചടഞ്ഞു മുടഞ്ഞിരിക്കാൻ പറ്റുക? ഇതെപ്പോഴാണ് കഴിയുക? ഇത് കഴിഞ്ഞിട്ട് വേണം ഇറച്ചി മേടിക്കാൻ പോവാൻ, പാല് മേടിക്കാൻ പോവാൻ, സമ്പാദിക്കാൻ പോവാൻ. എല്ലാവരും വാച്ച് തെച്ചു വെച്ചിട്ടാണ് വരണേ. എന്തെങ്കിലും ഗന്ധമുണ്ടോ ഈ കുർബാനയെ കുറിച്ച്? ഈ ബലിയർപ്പണത്തിനെ കുറിച്ച് എന്ത് ബോധ്യമാണുള്ളത്? ഇത്